ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചവനോട് അള്ളാഹുവിനോടുള്ള അടുപ്പം കുറയുന്നു എന്ന തോന്നലുണ്ട് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമൊക്കെ നന്നായിട്ട് നിസ്കരിച്ചിരുന്ന ആളാണ്. നന്നായിട്ട് നോമ്പ് നോൽക്കും, പഠിച്ചവൻ കുറേ ദിക്കറുകൾ ചൊല്ലും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കിങ്ങനെ മടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങനെ അതിൽ നിന്നിങ്ങനെ വിട്ടു വരുന്നൊരവസ്ഥ എനിക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ. പഠിച്ചവനോടുള്ള അടുപ്പം, അള്ളാഹുവിനോടുള്ള അടുപ്പം കുറയുന്നെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈമാൻ കുറയുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പഠിച്ചവനോടുള്ള അടുപ്പം കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേങ്കിൽ പഠിച്ചവനോടുള്ള അടുപ്പം കുറയുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിന് എങ്ങനെയെങ്കിലും എനിക്കിത് മാറിക്കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് പഴയ പോലെ ആവണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് വേണം പറയാൻ. കാരണം എല്ലാവർക്കും അങ്ങനെ തോന്നുന്നില്ല. പോയാൽ പോയി കിട്ടിയിടെ അങ്ങനെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോന് നിങ്ങൾക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണത്, നിങ്ങൾക്ക് തരുന്ന ഒരു ഇതാണ്. കാരണം ഒരു അടയാളമാണത്. നിങ്ങൾക്ക് ഒന്നും കൂടി ഇതാവാനുള്ള, ഒന്നും കൂടി ഫ്രഷ് ആവാനുള്ള, ഒന്നും കൂടി നന്നാവാനായിട്ടുള്ള സമയമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പടച്ചോൻ കാണിച്ച് തരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടച്ചോനോടുള്ള അടുപ്പം കൂട്ടണം. അതായത് പടച്ചോനുമായിട്ട് ഒന്നും കൂടി അടുക്കണം. ഈമാനൊക്കെ കുറയുന്നതെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഇബാദത്തുകളൊക്കെ മുറുക്കെ പിടിക്കണം. ഇബാദത്തുകൾ ഏതെങ്കിലുമൊക്കെ വിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടായാലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, ദിക്റുകൾ ചൊല്ലണം. കാരണം അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നത്. അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത് മാത്രമല്ല, നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് അത് മാറിയിട്ട് നല്ല പഴയ പോലെ ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് അടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വീഡിയോയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വലിയൊരു അവസരമാണ്. അപ്പോൾ അള്ളാഹു വലിയൊരു അവസരമാണ് തരുന്നത്. ആരും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പടച്ചവനോടുള്ള അടുപ്പം കൂട്ടുകയും അതുവഴി ഈമാനുള്ള മരണം നമുക്ക് ലഭിക്കുകയും സ്വർഗം ലഭിക്കുകയും ഖബർ ജീവിത വിശാലമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ദുനിയാവിൽ ജീവിക്കുന്ന ജീവിതം നമ്മൾ വെറും യാത്രക്കാർ മാത്രമാണ്. നമുക്കൊരു വലിയൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനുണ്ട്. ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നൊരു ചെറിയ യാത്രയിലാണ് നമ്മളിപ്പോൾ. ഈ യാത്രയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയാണ് അവിടെ നമുക്ക് ഫലമായിട്ട് വരിക. ആ തറവാട്ടിൽ നമ്മളെ കയറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. ഇനി നമുക്ക് തറവാട്ടിലേക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് നമ്മളെ തറവാട്ടിലേക്ക് നമ്മളെ കയറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തറവാട്ടിലേക്കുള്ള യാത്ര നന്നാക്കണം. അല്ലാതെ യാത്രയിൽ തോന്നിയ മാതിരി നടക്കുക, പഠിച്ചോന് തറവാട്ടിൻ്റെ മേലുദ്യോഗസ്ഥൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തറവാട്ടിൽ കയറ്റൂല. അപ്പോൾ തറവാട്ടിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ, തറവാട് എന്താണ്? നമ്മുടെ തറവാട് സ്വർഗ്ഗമാണ്. കാരണം നമ്മുടെ ഉപ്പപ്പ, നമ്മുടെ ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗ്ഗത്തിൽ നിന്നാണ് വന്നത്. അവരാദ്യം അവിടെയാണ് പഠിച്ചത്. അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മുടെ തറവാട് അവിടെയല്ലേ? അപ്പോൾ നമ്മളെ തറവാട്ടിലേക്ക് നമുക്ക് പോകണം, എല്ലാവർക്കും പോകണം. പക്ഷേ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇതിന് അവസരം ലഭിക്കുള്ളൂ. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ തരുന്നതും പഠിച്ചവന് ഭാഗ്യമുള്ളവർക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനെ നിങ്ങൾ തട്ടി മാറ്റരുത്. കാരണം കുറ്റബോധപ്പെടും നമുക്ക് തന്നിട്ടുള്ള സമയം എന്തിനാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് പഠിച്ചവൻ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മറുപടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ് പഠിച്ചവനോടുള്ള അടുപ്പം കുറയുന്നെന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്കരിക്കാനും മറ്റും മടി ഉണ്ടെന്നുണ്ടെങ്കിൽ, മറ്റ് ദുശീലങ്ങളുണ്ട്, സ്വഭാവം ഒന്നുകൂടി നന്നാക്കണം എന്നുണ്ടെങ്കിൽ, ഒന്നുകൂടി ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ലാസ്സിലേക്ക് നിങ്ങൾ ചേരുമ്പോഴുള്ള നിങ്ങളായിരിക്കില്ല ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ. നിങ്ങളുടെ സ്വഭാവത്തിൽ നല്ല ഒരു മാറ്റം തന്നെ വന്നിട്ടുണ്ടാകും. പടച്ചവനോട് നമ്മൾ നന്നായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. നമുക്ക് എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മാറും. ഈമാനുള്ള സ്വഭാവമാകും. നമുക്ക് നല്ല മുഅ്മിനായിട്ടുള്ള ഒരു വിശ്വാസിയായിട്ട് മരിക്കാം. അതിനൊക്കെ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്. 20 ദിവസത്തെ ക്ലാസ്സാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമയത്തിനനുസരിച്ച് ക്ലാസ് കാണാമെന്നുള്ളതാണ്. അതായത് ഒരു ദിവസം നിങ്ങൾക്കിപ്പോൾ ക്ലാസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേന്ന ക്ലാസ് കാണാം. പിന്നെ ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും അല്ലേ. ചിലപ്പോൾ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞ സമയത്ത് ഫർദ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ച സമയത്ത് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇസ്ലാമികമായിട്ടുള്ള വീഡിയോസൊക്കെ കാണാറുണ്ടാക്കും. അപ്പോഴൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമായിരിക്കും. നിസ്കരിക്കാനൊക്കെ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മാറ്റിക്കിട്ടും. ഇൻഷാ അല്ലാഹ് നല്ല ക്ലാസ്സാണ്. പഠിച്ചവനോടുള്ള അടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു മുഅ്മിനായിട്ടുള്ള വ്യക്തിയാകാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റം
മാറ്റം തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഒരു വ്യക്തിത്വത്തിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ക്ലാസ്സാണ് ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്. ഖുർആനിക് റൂട്ട്സ് അക്കാഡമിക്ക് ഇങ്ങനത്തെ നല്ല മനുഷ്യനാകാമെന്ന് മാത്രമല്ല, ഒരുപാട് തരത്തിൽ ഖുർആൻ ഓതാനും വായിക്കാനും അറിയാത്തില്ല, അല്ലെങ്കിൽ അറബി വായിക്കാൻ അറിയാത്ത ആൾക്കാർക്ക്, വലിയ ആൾക്കാർക്കും ഒക്കെ നമ്മൾ ഖുർആനിക് റൂട്ട്സ് അക്കാഡമി ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഖുർആൻ്റെ കാര്യം പറയുമ്പോൾ, ഖുർആൻ ഒട്ടും അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ആദ്യം അറബി അക്ഷരങ്ങൾ തൊട്ടിട്ട് ഖുർആൻ ഓതുന്നത് വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതും 20 ദിവസത്തെ ക്ലാസ്സാണ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഫീൻ്റെ കാര്യം. നമ്മുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്സിലേക്കുള്ള ഫീ എന്ന് പറയുന്നത് 20 ദിവസത്തിന് നമുക്ക് വെറും 500 രൂപ മാത്രമാണ് വരുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് വെറുതെ അതൊന്നും വാങ്ങിയിട്ട് ചിലവാക്കി പോകുന്ന 500 രൂപ കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫേ മാറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു മെയിനായിട്ടുള്ള കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മളിപ്പോൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ യാത്രയിൽ നല്ല അടിപൊളി യാത്രയാൻ വേണ്ടി, യാത്രയുടെ അവസാനം നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി, നമ്മൾ ചെയ്യുന്ന യാത്രയുടെ അവസാനം അത് സഫലീകരിക്കാൻ വേണ്ടി, നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം അത് സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻറ്റിംഗ് ആയിരിക്കും ഈ ഒരു ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്. നല്ലൊരു മനുഷ്യനാകും ഇൻഷാ അല്ലാ. അപ്പോൾ 500 രൂപയാണ് ഫീ 20 ദിവസത്തിന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോൻ്റെ താഴെയായിട്ട്. അപ്പോൾ അറിയാത്തവരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മോർ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കടക്കും. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്, ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ നമ്പർ മറ്റാർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു അഡ്മിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകും. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് കോൾ ചെയ്യും ചേരുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി ഖുർആൻ അറബി വായിക്കാൻ പഠിക്കാൻ, അത് ഖുർആൻ ഓതാൻ പഠിക്കാനുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതും ഈ വീഡിയോൻ്റെ താഴെ വേറൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ. അവിടെ എഴുതിയിട്ടുണ്ട് ഏത് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്സിലും പിന്നെ ഖുർആൻ ഓതാൻ അറിയാത്തവർ മറ്റതിലൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ നല്ല മനുഷ്യരാകാം എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്, നമ്മൾ ഡെയിലി നല്ല രീതിയിൽ നിസ്കരിക്കുന്ന ആൾക്കാരാണ് എങ്കിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. കാരണം കുറച്ചും കൂടി ചേഞ്ച് നമ്മുടെ സ്വഭാവത്തിലൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് അപൂർവം ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന അവസരമാണ്. കാരണം നിങ്ങളിലേക്ക് പഠിച്ചോൻ ഈ വീഡിയോ എത്തിച്ചു, അതുവഴി നിങ്ങളിതിൽ ചേർന്ന് കഴിഞ്ഞാൽ പഠിച്ചോന് നിങ്ങൾക്ക് എന്തിനാണോ തന്നത് നിങ്ങൾ സാക്ഷാത്കരിക്കും. അത് നിങ്ങൾക്ക് പിന്നെ കുറ്റബോധമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ പഠിച്ചോന് നമ്മളോട് ചോദിക്കും, നമ്മൾ ഖിയാമത്ത് നാളിൽ നമ്മളോട് ചോദിക്കും, വിചാരണ ചെയ്യുമ്പോൾ എൻ്റെ സമയം നീ എന്തിനാണ് ചിലവഴിച്ചതെന്ന്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പറയാനൊരു കാര്യം ഉണ്ടാകും. കാരണം നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കണ്ടിട്ടും ഒക്കെ നമ്മുടെ സമയം ചിലവഴിച്ചു നല്ലൊരു ഇതിന് വേണ്ടിയിട്ട്, നമ്മൾ നല്ലൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, യാത്ര സുഖകരമാവാൻ വേണ്ടിയിട്ട്, സുഖകരമായിട്ട് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.